കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 11 മലയാളികളടക്കം 49 പേർ മരിച്ചു. 7 പേരെ തിരിച്ചറിഞ്ഞു. മരിച്ചവരിൽ കൊല്ലം ശൂരനാട് സ്വദേശി ഷമീർ, കാസർഗോഡ് സ്വദേശികളായ രഞ്ജിത്ത്, കേളു, പത്തനംതിട്ട സ്വദേശി മുരളീധരൻ നായർ, പന്തളം സ്വദേശി ആകാശ് ശശിധരൻ, കോന്നി സ്വദേശി സജു വർഗീസ്, കോട്ടയം സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബു എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. മലയാളിയായ കെട്ടിട ഉടമയ്ക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി നമിത നാരായണൻ ചേരുന്നു. നമിത, ഈ ദാരുണമായ സംഭവത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ലിബീഷ്, 7 മലയാളികളെയാണ് നിലവിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. കൊല്ലം, കാസർഗോഡ്, കോട്ടയം, പത്തനംതിട്ട ഈ 4 ജില്ലകളിലുള്ള 7 പേരെയാണ് ഇപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചിരിക്കുന്നത്. കൊല്ലം ശൂരനാട് സ്വദേശി ഷമീർ, പന്തളം സ്വദേശി ആകാശ് ശശിധരൻ, കാസർഗോഡ് ചെർക്കളം സ്വദേശി രഞ്ജിത്ത്, കാസർഗോഡ് എളമ്പിച്ചി സ്വദേശി കേളു പൊന്മലേരി, കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം, പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി മുരളീധരൻ നായർ, കോന്നി സ്വദേശി സജു വർഗീസ് എന്നിവരെയാണ് ഇപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇവരുടെയൊക്കെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി നടപടികൾ ഏകോപിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഒരു അടിയന്തര യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഉന്നതതല യോഗം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയും ഇന്ത്യക്കാരുടെ വിവരങ്ങൾ അറിയുന്നതിനുമായാണ് യോഗം ചേർന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നാളെ ചേരുന്ന ലോക കേരള സഭ മാറ്റിവെക്കണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ആരംഭിച്ചിട്ടുണ്ട്. നോർക്കാറ്റ് റൂട്ട് ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ആരംഭിച്ചിട്ടുണ്ട്. വിദേശ എംബസിയും ഇന്ത്യൻ എംബസിയും ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. തീപിടുത്തത്തിൽ ശക്തമായ നടപടിക്കാണ് കുവൈത്ത് അമീർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഭാവിയിൽ ഇത്തരം ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നടപടികൾ എടുക്കണമെന്നാണ് കുവൈത്ത് അമീർ പറഞ്ഞിരിക്കുന്നത്. കുടുംബാംഗങ്ങൾ ദുഃഖത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. 161ഓളം പേരാണ് ആ ഒരു കെട്ടിടത്തിലുണ്ടായിരുന്നത്. പ്രദേശത്തിൻ്റെ മേൽനോട്ട ചുമതലയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള അച്ചടക്ക നടപടികൾ കുവൈത്ത് ഭരണകൂടം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർക്ക് ജോലി നൽകുന്ന ഒരു മലയാളിയുടെ കമ്പനി കൂടിയാണ് ഈ NBTC എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടി ഒരു വലിയ രീതിയിലുള്ള തീപിടുത്തമുണ്ടായത്. ഈ 161 പേർ താമസിക്കുന്ന അവിടെ 49 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതിൽ 21 ഇന്ത്യക്കാരും 11 മലയാളികളുമാണ് ഉണ്ടായിരുന്നത്. ശരി. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു.